പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് ഈ രാവിലെ സമയം സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. परमेश्वर के नाम की सुबह महिमा हो. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാനിടയായല്ലോ. और एक बार उसकी स्तुति और आराधना करने के लिए उसके शरण में बैठ पाए हम. ദിനങ്ങളൊക്കെയും ദൈവം നമ്മെ അത്ഭുതമായി പരിപാലിച്ചു. ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हर एक दिन प्रभु हमें अद्भुत रीति से चला रहा है. उसकी कृपा और अनुग्रह के लिए हम धन्यवाद. ദൈവം നമ്മെ നടത്തിയ എല്ലാ വഴികൾക്കായിട്ട് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. प्रभु हमें जिस तरह चला रहा है उसके लिए हम हाथ उठाकर उसको धन्यवाद. Praise the Lord. Hallelujah. Praise you Jesus. Praise you Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, हे पवित्र और अनंत परमेश्वर, हमारे स्वर्गीय पिता, അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. आशीष भरे अच्छे सुबह के लिए धन्यवाद करते പ്രിയ हैं. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളായിരിക്കുന്നു. और तेरी स्तुति और आराधना करने के लिए और एक बार तेरे शरण में आए. ഈ ദിനങ്ങളൊക്കെയും അങ്ങ് ഞങ്ങൾക്ക് നല്ല കർത്താവായി കൂടെ ഇരുന്നല്ലോ. और इन दिनों में तू एक अच्छे प्रभु के साथ അതിശയമായി ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. और एकदम अद्भुत रीति से चला है उसके लिए हम धन्यवाद. അങ്ങ് എത്ര നല്ല ദൈവമാണ്. तू कितना अच्छा ഓ, परमेश्वर, അങ്ങ് എത്ര അത്ഭുതങ്ങളെ ഞങ്ങൾക്കായി ചെയ്തു. कितने अद्भुत कार्य करता ഞങ്ങളെ है. നടത്തിയ എല്ലാ വഴികൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം चलाए ചെയ്യുന്നു. हर एक रास्ते के लिए धन्यवाद. ഈ പകൽക്കാലം ഈ ആരാധനയിൽ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുമ്പോൾ തിരുനാമത്തിന്റെ മഹത്വമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. और आज हम तेरे नाम को उठाते हैं, वो तेरे नाम की महिमा का कारण बनने के लिए प्रार्थना. കർത്താവേ, ഈ ആരാധനയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. इस आराधना को आशीष ഈ दे. ആരാധനയെ അങ്ങ് इस സ്വീകരിക്കുമാറാകണം. आराधना को स्वीकार कर. പല ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദേശത്തിന്റെ വിവിധയിടങ്ങളിൽ പാർത്തുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനിടയായി തീരട്ടെ. और जब हम अपने भवनों में हैं और तेरी आराधना करते हैं तो तेरे नाम की महिमा हो. ഈ ആരാധനയിലെ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. और इस आराधना के हर एक सेवा का ऊपर तो കർത്താവേ, आशीष. ഈ ആരാധന പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ആരാധന അനുഗ്രഹമായി और തീരണമേ. इसमें भाग लेने वाले हर एक के लिए आशीष. ദൈവ സാന്നിധ്യം ഞങ്ങൾ तेरी അനുഭവിപ്പാനിടയാകണമേ. उपस्थिति महसूस कर. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുമാറാകണമേ. ये पवित्र आत्मा तू हमें അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. तेरी आवाज को हम सुन. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ ആരാധനയിൽ തന്നെ ജനം അനുഭവിപ്പാനിടയാക്കണമേ. കർത്താവേ, और तेरी उपस्थिति इस आराधना में प्रवचन महसूस പകൽക്കാല कर. കർത്താവേ, രോഗികൾ സൗഖ്യമാകുവാൻ, വേദനയിലായിരിക്കുന്നവർ വിടുതൽ അനുഭവിപ്പാൻ, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് അടുക്കുവാൻ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. और जो बीमार है वो चंगाई पाने के लिए, जो दूर है वो तेरे नजदीक आने के लिए, तेरी उपस्थिति महसूस करने के लिए मदद कर. എല്ലാ വരദാനങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. और तेरे हर एक दानों के അങ്ങയുടെ लिए രക്തത്താൽ ഞങ്ങളെ കഴുകുമാറാകണമേ. तेरे लहू से और അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ മുദ്രയിട്ട് മറയ്ക്കുമാറാകണമേ. तेरे लहू से हमें छाप डालकर എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. तेरे हर एक भलाइयों के लिए യേശുവിൻ നാമത്തിൽ പിതാവേ, यीशु के नाम से पिता. ആമേൻ. आमीन. പ്രൈസ് ദി ലോർഡ്. हालेलुया. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയാണ്. परमेश्वर के पवित्र नाम की महिमा हो. अलग अलग विभिन्न जगहों से इस आराधना में भाग लेने वाले आप सभी को प्रेम वंदन. നല്ല കർത്താവ് നമ്മെ ഇന്നയോളം പരിപാലിച്ചു. ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ഈ പകൽ ഇടയായി തിരുമാറാകണം. और हमारे अच्छे प्रभु ने अब तक हमें संभाला. हमारे दिल खोलकर उसके धन्यवाद करने के लिए प्रभु हमें मदद करे. ഈ സമയം ചില പാട്ടുകൾ പാടി നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതിനായി കൊയറിനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. हम गाना गाकर उसकी स्तुति आराधना करेंगे. इसके लिए कोयर अगुवाई देंगे. प्रभु आशीष करें. प्रेज़ द लॉर्ड. परमेश्वर के नाम की महिमा हो. फिर और एक बार परमेश्वर की स्तुति और आराधना करने का मौका परमेश्वर ने हमारे ज़िंदगी में दिया. हम मिलकर परमेश्वर की स्तुति और आराधना करें, पूरे आनंद के साथ, समर्पण के साथ, धन्यवाद के साथ, परमेश्वर की हर एक भलाई को याद करके हम उनकी स्तुति और आराधना करें. I will enter his gates with thanksgiving in my heart. I will enter his courts with praise. ये दोनों मिलकर गाकर स्तुति करेंगे. I will enter his gates with thanksgiving in my heart. I will enter his courts with praise. I will sing, this is the day that the Lord has made. I will rejoice, for he
हम सब अपने अपने घरों में हैं, अपने परिवारों के साथ पूरे मन के साथ हम मिलकर स्तुति करेंगे। जैसे ही जोशुआ ने कहा था कि मैं और मेरा पूरा परिवार परमेश्वर की स्तुति करेगा, तो हम मिलकर परिवारों के साथ परमेश्वर की स्तुति करें, उनकी हर एक भलाई को याद करके उनकी स्तुति और आराधना करें। Tan buja
Lord Jesus, we were not worthy of anything, O Lord, but you remembered us, you remembered our families, you showed mercy on us, O Lord Jesus. Lord, we thank you for that. Help us, O Lord, that each and every day that you give us, O Lord, help us that our lives may be a blessing for the people around us. Our lives may be a reason that your name is glorified, O Lord Jesus. Lord, whatever is your purpose and plan for all of our lives, Lord, let that be fulfilled in these days. Lord, we submit ourselves completely into your hands. We pray for all who are worshipping along with us. Be with them, guide them and bless them. Let your presence, Lord, Father, be felt in their homes, Lord, meeting all their needs, Lord, comforting them and guiding them, Lord. We pray for the entire service. Let your Holy Spirit take complete control, Father. We give you all the honor and glory, Lord Jesus. Thank you for hearing our prayer. In Jesus' precious name we pray. Amen. Jesus. നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की महिमा हो. നാം ഇതുവരെയും പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തല്ലോ. हमने अब तक गाना गाकर उसकी स्तुति महिमा की. കൊയറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. कोयर को इसका धन्यवाद करते हैं. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. आगे का समय जो है प्रार्थना में बिताएंगे. ഈ ദിനങ്ങളൊക്കെയും നാം ദൈവസന്നിധിയിൽ നിരന്തരമായി അനേക വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. हम इन दिनों कई विषयों के ऊपर प्रार्थना करते आ रहे हैं. ഇന്ന് പകൽക്കാലവും നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ആവശ്യങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തുകയല്ല. इसके लिए आज भी हमारी प्रार्थना और विनतियों के साथ उसके पास जाए. ഇന്ന് പകലിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. इस आराधना में भाग लेने वाले सभी को प्रभु के हाथ में दे. ദൈവസഭയ്ക്കായി, നമ്മുടെ ദേശത്തിനായി, പട്ടണങ്ങൾക്കായി, രാജ്യങ്ങൾക്കായി ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. परमेश्वर के कलीसिया के लिए, देश के लिए, हमारे राज्य के लिए, शहर के लिए प्रार्थना करें. വിശേഷാൽ ഈ നാളുകൾ ഉണ്ടായിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായ മോചനം ദൈവം തരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. बड़े बीमारी से प्रभु छुटकारा देने के लिए हम प्रार्थना करें. ദൈവജനത്തിനായി, ദൈവദാസന്മാർക്കായി, എല്ലാ ദൈവസഭകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर की कलीसिया, प्रजा और दासों के लिए हम प्रार्थना करें. വേഗത്തിൽ ഒരുമിച്ച് ദൈവജനത്തിന് കൂടി ദൈവത്തെ ആരാധിക്കാൻ അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ. और एक साथ मिलकर हम शीघ्र ही आराधना करने के लिए प्रभु हमारे लिए तैयारी करें. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ സമയം നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കഥാനദാസി സനിത ജോൺസൺ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. हम सब जब ये विषय के ऊपर प्रार्थना करते हो, सिस्टर अनिता जॉनसन आगे आकर प्रार्थना में अगुवाई देंगे. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തം വിശ്വസ്തവാക്കുമാറാത്രമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വിശ്വസ്തനെ പരിസരത്തിനായ കർത്താവേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാശികാലെ പട്ടണത്തിൽ ഞങ്ങളെ ഫലമതിശ്വരമായ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, ദയച്ച എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള നന്മകളെല്ലാം പട്ടണത്തിൽ പോകുന്ന ഓരോ നിമിഷവും കർത്താവിൻ്റെ കണ്ട് ഇഷ്ടങ്ങൾ പോലെ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ അനേക വിഷയങ്ങൾ കർത്താവ് മറുപടികൾക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രമെങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവർ മുകളിൽ ശിശുപോയില്ല പായൽ ഇവർ വിളിച്ച് ഹോവ കേട്ടു. ആമേ, ഞങ്ങളുടെ സ്ഥല കഷ്ടങ്ങളിലും ഞങ്ങളുടെ ഭയങ്ങളിലും കർത്താവ് ഞങ്ങളെ വിടിവിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്നുപോലെ കാലം കർത്താവിനെ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളായി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഫലഭവനങ്ങളായി ദൈവത്തെ പാടി സ്മർത്തപ്പെടുത്തുമ്പോൾ ആരാധിക്കുമ്പോൾ ആമേ, സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങൾക്ക് തരുന്ന മറുപടികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദിവസങ്ങളിൽ ഇന്നാളിലായി കർത്താവ് ചില മാസങ്ങളായി ദൈവം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, പ്രിയപ്പെട്ടുകൊണ്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ അപ്പാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ദിവസം കാര്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം മറ്റുമായി ഏൽപ്പിക്കുന്നു.
എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവ്. ഞങ്ങൾ പ്രിയപ്പെട്ട ജോലിക്കാരുടെ യാത്രയിൽ അവരുടെ പോക്കിൽ ഇവരൊക്കെ നീ സൂക്ഷിക്കണമേ അപ്പ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, രോഗങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന്, വാർഷികവ്യാധികൾ എല്ലാവരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അർപ്പണങ്ങളായിരുന്നു പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവരോട് കൂടെ ഇരിക്കണമേ കർത്താവ്. വിശേഷബുദ്ധി, ജ്ഞാനം, ദൈവം അവർ മേൽ വരണമേ. ആത്മീയമായ ചില ദർശനവും കാഴ്ചപ്പാടും കർത്താവ് കൊടുക്കണം. ആത്മീയമായി ക്ഷണിച്ചു പോവുക ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം. കർത്തായ സ്തോത്രം. പ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥായ ഭാവിക മീനങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി അവരെ സഹായിക്കണം. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പതിവായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരെയും സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന പ്രായമുള്ള സ്വന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐസോടാരോഗ്യത്തോടെ പരിപാലിക്കണമേ. അർത്ഥങ്ങളുടെ രോഗങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വിടുവിക്കണമേ. ദമേ ഈ പകർച്ചവ്യാധിയെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ചുറ്റുപാടുണ്ടല്ലോ അപ്പ. ഹോസ്പിറ്റൽ ഫലങ്ങളുമായി കഷ്ടങ്ങൾ, വേദനയിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവ്. നീ അവരെയൊക്കെ സൗഖ്യമാക്കുമാരം കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടയൊക്കെ നീ വിടുവിച്ച ദൈവത്തിന് വിശ്വസ്തയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശേഷാൽ കർത്താവേ സ്തോത്രം 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 കർത്താവ്. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കുമാറാകണമേ കർത്താവേ. ഈ മഹാരാഷ്ട്രയ്ക്കായി സ്തോത്രം ചെയ്ത ഭാരതത്തിൻ്റെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവദേശത്തോട് ഞങ്ങളുടെ രാജ്യത്തോട് കണ്ണ് കാണിക്കണമേ. ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവരെ സഹായിക്കണമേ. ജ്ഞാനത്താലും വേഗത്താലും കർത്താവരെ നിറയ്ക്കണമേ. എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുംബൈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ മീരാബൈന്ദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദിവസങ്ങൾ കർത്താവ് വർഷവ്യാധിയിൽ നിന്ന് ഞങ്ങളുടെ പട്ടണത്തെ കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമേ കർത്താവേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റുകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദേവദാസന്മാരെ ദൈവമക്കളെ എല്ലാ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സെക്ഷന് വേണ്ടി, ഡിസ്ട്രിക്റ്റിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥാനവിൽ അധ്വാനിക്കുന്ന എല്ലാ ഭക്തന്മാർക്കായി സ്തോത്ര ആരാധനാലയങ്ങളൊക്കെ ആമേ സ്തോത്രമായിട്ട് ഞെടുക്കുമ്പോൾ കർത്താവ് എത്രയും പണത്തിറക്കുള്ള ക്രമീകരണങ്ങൾ ദൈവരുക്കണേ. വർഷവ്യാധികളുടെ ദേശങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളായിരിക്കുന്ന സൗരിസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവരെ സൂക്ഷിക്കണമേ. ലോകരാജ്യങ്ങളെല്ലാം സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവ് എല്ലാ പ്രതിസന്ധികളിലും രാജ്യങ്ങളെയൊക്കെ നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. സമാധാനം സ്വസ്ഥതയും അനുഭവിക്കുവാൻ ഇടയാകണമേ കർത്താവ്. ലോക സംഭവങ്ങളൊക്കെ എൻ്റെ കർത്താവിനെ അവരെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനെ നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധ നിർമ്മത കർത്താവിനെ പ്രസാദിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോടെ നീങ്ങാതെ കർത്താവിനെ വിശ്വസ്തരായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങളെ സമരമായി സമർപ്പിക്കുന്ന കർത്താവ്. ആമേ സ്തോത്രം സ്തോത്രം. ഡോക്ടർമാർ, നഴ്സുമാർ, അതിന് സേവനം ചെയ്യുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ സഹായിക്കണമേ. ഞാൻ അർത്ഥങ്ങളെ പാർശ്വവ്യാധികളൊക്കെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ വിവിധ സ്ഥലങ്ങൾ ആയിരിക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ ആയിരിക്കണം അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രകാരം പരിശുദ്ധമായി ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്. ദൈവാലോചന വലിയൊരു ശക്തിമാനുമായ ദൈവമായിരിക്കുക സ്തോത്രം. ഇന്ന് പ്രകാരം ദൈവത്തിൻ്റെ കരങ്ങളെ സമാനമായി സമർപ്പിക്കുന്ന കർത്താവ്. പ്രാർത്ഥിക്കുന്ന അപേക്ഷ എല്ലാ വിഷയങ്ങളെ വിശ്വത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की वापस से महिमा हो। കർത്താവിനെ നമുക്ക് ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരവസരം കൂടെ നൽകിയ ദൈവത്തിന് ഒരു മഹത്വം അർപ്പിക്കുകയാണ്. और स्तुति और आराधना करने के लिए जो मौका हमें मिला इसके लिए परमेश्वर को सारा आदर। കഴിഞ്ഞ 7 മാസത്തിലധികമായി ദൈവസഭകൾ ഒരുമിച്ച് കൂടി വരുവാനോ ആരാധിപ്പാനോ പ്രാർത്ഥിപ്പാനോ കഴിയാതെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. करीबन 7 महीना हो गया कि हम जो है आराधना एक साथ नहीं कर पाए, अपने भवन में बैठ कर ये कर पा रहे हैं. ഓൺലൈനുകളിലൂടെയും അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൂമിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ ധാരാളം അവസരങ്ങൾ ഈ പ്രത്യേക സമയങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. और ऑनलाइन के माध्यम से और जूम ऐसे सारे माध्यम से हम जो है आराधना कर पा रहे हैं. ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ കാലങ്ങളെക്കാളെല്ലാം ദൈവവചനം ധാരാളം പ്രസംഗിക്കപ്പെടുവാനും ലോകത്തിലെമ്പാടും അനേകർക്ക് ശ്രദ്ധിക്കുവാനും ഇടയായ സമയങ്ങളാണ് ഈ കഴിഞ്ഞ 7 മാസങ്ങൾ. और मुझे लगता है कि ये पिछले 7 महीनों में उसके पहले जितना परमेश्वर के वचन का प्रचार हो रहा था उससे ज़्यादा प्रचार हुआ है और कई लोग उसको सुन पाए हैं और वचन सुन पाए हैं. എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. हर एक चीज़ के पीछे परमेश्वर का एक उद्देश्य है. ഈ പ്രതികൂല സമയങ്ങളും ദൈവസഭയ്ക്ക് അതിൻ്റെ പ്രയോജനകരമായ നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് സ്തോത്രം. और ये परेशानी के समय में भी उसको फायदा उठा पाया है कलीसिया, उसके लिए परमेश्वर को धन्यवाद. മാത്രമല്ല ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കുവാൻ, സൗഖ്യത്തിനായി, സമാധാനത്തിനായി,
ദേശത്തിന്റെ വിടുതലിനായി ആമേൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ദൈവജനത്തെ അധികമായി സജ്ജമാക്കുവാനിടയായി. और ऐसे विषय में जो है बहुत ज़्यादा प्रार्थना करने के लिए व्यक्तिगत रूप से देश के लिए, चंगाई के लिए, शांति के लिए परमेश्वर ने मदद किया. നിശ്ചയമായിട്ടും ഈ സമയങ്ങൾ കഴിഞ്ഞ് ദൈവസഭ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ ആത്മീയ ഉണർവോടും വലിയ ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യങ്ങൾ വഹിച്ചുകൊണ്ട് നമുക്ക് കൂടി വരുവാൻ കർത്താവിടയാകും. और जब ये सब होने के बाद जब कलीसिया एक साथ मिलेगी तो बहुत ही आत्मिक जागृता के साथ और प्रत्येक रूप से जो परमेश्वर ने बड़े बड़े कार्य किए हैं उसका विवरण करने का, गवाही देने का मौका है. ദൈവം അതിനായിട്ട് നമ്മെ എല്ലാവർക്കും ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന അർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. और उसके लिए हम सबको प्रभु मदद करे, ऐसी प्रार्थना और आशा है. നമ്മുടെ ധ്യാനത്തിനായി തിരുവചന ചിന്തയ്ക്ക് ആയിട്ട് നാം അവസരങ്ങൾ വേർതിരിക്കുകയാണ്. और अभी हमारे मनन के लिए परमेश्वर के वचन की ओर देखेंगे. 107 സങ്കീർത്തനത്തിൽ നിന്ന് അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പകലിലെ ചിന്തയ്ക്കായി നാം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. भजन संहिता 107 उसके 4 से लेकर 7 तक आज हम पढ़ेंगे. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. और वहाँ पर लिखा है भजन संहिता 107 उसका 4 से लेकर 7 तक. वह जंगल में मरुभूमि के मार्ग पर भटकते फिरे और कोई बसा हुआ नगर ना पाया. भूख और प्यास के मारे वो विकल हो गए. तब उन्होंने संकट में यहोवा की दुहाई दी और उसने उनको सकेती से छुड़ाया और उनको ठीक मार्ग पर चलाया ताकि वो बसने के लिए किसी नगर को जा पहुंचे. ഈ വായിക്കപ്പെട്ട വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ये पढ़े हुए वचन के पीछे जो इतिहास है, जो घटना घटी है, वो हमें पता है. നീണ്ട 430 വർഷത്തെ അടിമവാസത്തിന് ശേഷം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം മരുഭൂമിയിലൂടെ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിക്കുവാനിടയായി. करीबन 430 साल तक गुलामी में रहने वाले इस्राएल की प्रजा परमेश्वर के द्वारा छुटकारा पाने के बाद मरुभूमि से यात्रा कर रहे थे. അവരുടെ ആ യാത്രയുടെ ഒരു വിവരണം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. और उनका वो जो सफर कैसा था उसका विवरण ये भजन संहिता में हम देख सकते हैं. യഹോവയായ ദൈവം തന്റെ നീട്ടിയ ഭുജം കൊണ്ടാണ് ഈ ജനത്തെ മരുഭൂമിയിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനിടയായി. परमेश्वर ने अपने दाहिने हाथ की ताकत के साथ इसराइल को मिस्र से बाहर निकाला. ഒരിക്കലും അവരെ വിട്ടയക്കുകയില്ല എന്ന് ആമേൻ വാദിച്ച, വെല്ലുവിളിച്ച, അല്ലെങ്കിൽ കർശനമായി തീരുമാനിച്ച ഫറവോന്റെ കരങ്ങളിൽ നിന്നുമാണ് ഈ ജനത്തെ ദൈവം വിടുവിക്കുവാനിടയായത്. मैं इस प्रजा को कभी जाने नहीं दूंगा, ऐसे जो है ललकारने वाले और जिद पकड़ने वाले फरोह के हाथ से परमेश्वर ने अपनी प्रजा को बचाया. അനേക കഷ്ടതകളും പീഡകളും അനുഭവിച്ചതായ ജനം ദൈവത്തോട് ആമേൻ നിലവിളിക്കുവാനിടയായി. अनेक कष्ट और पीड़ा से गुजरने वाले लोग जो है रोने लगे. യഹോവയായ ദൈവം ഈ ജനത്തിന്റെ നിലവിളിയെ കേൾക്കുകയും അവരുടെ കഷ്ടത കണ്ട് അവരെ വിടുവിക്കുകയും ചെയ്യുവാനിടയായി. और उनकी दुहाई सुनने वाला परमेश्वर ने उनके ऊपर दया दिखाकर उनको छुड़ाया और बाहर लाया. അവർക്കായി പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം അനുസരിച്ച് പാലും തേനും ഒഴുകുന്ന മനോഹരമായ സമ്പൽ സമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ ദേശത്തേക്ക് ദൈവം അവരെ യാത്ര അയക്കുവാനിടയായി. और उनकी प्रार्थना सुनकर उनके पिताओं को जो वायदा किया था उसके हिसाब से दूध और मधु बहने वाले अच्छे सुंदर देश में उनको ले चला. എന്നാൽ ഈ യാത്ര മരുഭൂമിയിലൂടെയാണ് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. लेकिन जो देश में उनको पहुंचना है उसका सफर एक मरुभूमि से है. നമുക്കറിയാം ഏതാണ്ട് 40ഓളം സംവത്സരം അവർ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു അവരുടെ വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ വേണ്ടി. करीबन 40 साल जो है उनको इस मरुभूमि से गुजरना पड़ा. നാം മനസ്സിലാക്കണം, ഈ ജനം ആകസ്മികമായി മരുഭൂമിയിലേക്ക് വന്നതല്ല, മരുഭൂമിയിലൂടെ ദൈവം അവരെ നയിച്ചതാണ് എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. और वचन हमें सिखाता है कि कोई इत्तेफाक नहीं था कि वो मरुभूमि में आकर फंस गए. परमेश्वर ने जानबूझकर उनको मरुभूमि से चलाया. 40 വർഷങ്ങൾ അവർ നയിക്കപ്പെടുവാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് തിരുവചനം പറയുന്ന ഭാഗങ്ങളിലേക്ക് നാം പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. और उनका सफर 40 साल लंबा क्यों हुआ उसके पीछे भी घटनाएं हैं जो उसमें हम अभी नहीं जाएंगे. എന്നാൽ ഈ മരുഭൂമിയിൽ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞ ദൈവികമാകുന്ന കരുതലുകളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുമാണ് ആമേൻ എന്ന പകൽക്കാലം നാം അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. लेकिन इस रेगिस्तान के सफर में जो परमेश्वर की देखभाल और दया उन्होंने अनुभव किया उसके बारे में आज हम सीखेंगे. നോക്കണമേ, വാഗ്ദത്തം പ്രാപിച്ച ജനമാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവാനിടയായത്. वायदा पाने वाले लोग
मिस्र से बाहर आए ഫലഭൂയിഷ്ഠമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. और बहुत ही सुंदर दूध और मधु बहने वाले देश में आप पहुंचे। പിതാക്കന്മാരോട് കാലങ്ങൾക്ക് മുൻപ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രത്യാശയോടെ യാത്ര ആരംഭിക്കുവാനിടയായി. जो वादा परमेश्वर ने उनके पूर्वजों के साथ किया था उस देश में ये जाने वाले हैं. എന്നാൽ അവരുടെ യാത്ര മരുഭൂമിയിലൂടെയാണ് ദൈവം ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. सफर इस रेगिस्तान से होने वाला है. തിരുവചനം നാം പഠിക്കുമ്പോൾ ഈ മരുഭൂമിയുടെ അനുഭവത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ കഴിയും. और इनका सफर कैसा था वो व्यवस्था विवरण में हम देख सकते हैं. അതിൽ ചില ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മരുഭൂമി ചൂട് നിറഞ്ഞതായ ഒരു അനുഭവത്തെയാണ് കാണിക്കുന്നത്. और उसका अनुभव कैसा था अगर हम देखें तो रेगिस्तान में कड़ी धूप है, വിജനമായ സ്ഥലം, और एक ऐसा जो വെള്ളമില്ലാത്ത സ്ഥലം, और जहाँ पर पानी नहीं है, ഭയം ഉളവാക്കുന്നതായ ഇടം, और एक ऐसा जगह जो भय तैयार पैदा करता है, ജീവികളുള്ളതായ സ്ഥലം. जंगली जानवर होने वाले. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി ഈ ജനത്തെ ദൈവം നടത്തുവാനിടയായി. व्यवस्था विवरण अध्याय 8 उसके 15 में ऐसा लिखा है, और उस बड़े और भयानक जंगल में से ले आया जहाँ तेज विष वाले सर्प और बिच्छू है, और जल रहित सूखे देश में और चकमक चट्टान से जल निकाला. ഒരിക്കലും ആരും താല്പര്യപ്പെടുന്ന ഒരിടമല്ല മരുഭൂമി എന്ന് പറയുന്നത്. रेगिस्तान ऐसी जगह नहीं है जो पसंद करते लोग, വിജനമായ സ്ഥലം ആരും തിരഞ്ഞെടുക്കാറില്ല. और ऐसे वीरान जगह पे कोई जाता भी എന്നാൽ नहीं है. അതുവഴിയാണ് ദൈവം അവരെ നടത്തുവാനിടയായി. परमेश्वर ने उन्हें उस रेगिस्तान से चलाया. എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ അങ്ങനെ നയിക്കുവാൻ തക്കവണ്ണം परमेश्वर ने ഇടയായി? ऐसा क्यों किया? മരുഭൂമിയിൽ ദൈവത്തിന് ഈ ജനത്തെ ചിലത് വീണ്ടും ഗ്രഹിപ്പിക്കുവാനുണ്ടായിരുന്നു. और उसी रेगिस्तान में परमेश्वर उनको कुछ बातें जताना चाहता था. 8-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ और अध्याय 8 उसके शुरुआत में अगर हम देखें 40 സംവത്സരം ഈ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം നടത്തി. 40 वर्ष इस रेगिस्तान से उन्हें चला, അവർ ഓർക്കുവാൻ ചില ഓർമ്മകൾ മരുഭൂമിയിൽ ദൈവം അവർക്ക് നൽകുവാനിടയായി. और उनकी यादों के लिए कई सारी बातें दी. അവർക്ക് വിശന്നു, അവർക്ക് ദാഹിച്ചു, उनको भूख लगी, उनको प्यास लगी, എന്നാൽ ദൈവം അവർക്ക് വേണ്ടി മരുഭൂമിയിൽ തന്റെ പ്രൊവിഷൻ ചുരുക്കുവാൻ തക്കവണ്ണം ഇടയായി. और इसी विषय के ऊपर परमेश्वर ने अपनी देखभाल भी दिखाई. അവരുടെ വിശപ്പിനും ദാഹത്തിനും ദൈവം മതിയായവൻ എന്ന് അവരെ ഗ്രഹിപ്പിക്കുവാനിടയായി. उनकी भूख और प्यास हटाने के लिए परमेश्वर काफी है. പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ദൈവം അവരെ പോഷിപ്പിക്കുവാനിടയായി. जो उनके पूर्वजों ने भी नहीं खाया हो वैसे मन्ना के साथ उनको तृप्त किया. ആമേൻ. മാത്രമല്ല നാം വായിക്കുന്നു, ഈ 40 സംവത്സരം അവർ ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ കാൽ വീങ്ങിപ്പോയില്ല എന്ന് വായിക്കുന്നു. और हम आगे भी पढ़ते हैं कि उनके जो 40 वर्ष तक उनके कपड़े ना ही खराब हुए, ना ही उनके पैर सूजा. നോക്കണമേ, ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സൂക്ഷിപ്പും ആമേൻ അധികമായിട്ട് ജനത്തെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ മരുഭൂമിയിലൂടെ അവരെ നടത്തുവാനിടയായി. परमेश्वर की करुणा, परमेश्वर की भलाई और परमेश्वर के देखभाल को समझाने के लिए उनको इस रेगिस्तान से चलाया. സാധാരണമായ ഒരു കാര്യമാണ് 40 വർഷം ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണമായ കാര്യമാണ്. अगर 40 साल पहने हुए कपड़े पुराने नहीं हुए, खराब नहीं हुए, ये कोई मामूली बात नहीं है, एकदम असाधारण बात है. 40 വർഷം മരുഭൂമിയിലൂടെ അവർ നടന്നിട്ടും അവരുടെ ആരുടെയും കാൽ വീങ്ങിയില്ല എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കാര്യമാണ്. और 40 साल चलने के बाद भी उनके पैर फूले नहीं, सूझा नहीं, ये भी असाधारण बात है. മരുഭൂമിയിൽ 600,000 ജനങ്ങൾക്ക് വേണ്ടതായ ഭക്ഷണവും വെള്ളവും ദൈവത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളത് അസാധാരണമായ ഒരു കാര്യമാണ്. और करीबन 6 लाख लोगों को पानी और खाना परमेश्वर ने दिया, ये कोई मामूली बात नहीं है, असाधारण है. നോക്കണമേ, ഒരിക്കലും മനുഷ്യന്റെ ചിന്തയിൽ പോലും ഇല്ലാത്തതായ ദൈവിക പദ്ധതികളിലൂടെയാണ് ഈ ജനത്തെ ദൈവം നടത്തുവാനിടയായി. और मनुष्य कभी सोच नहीं सकता ऐसे असाधारण रीति से परमेश्वर उनको चलाया. ആമേൻ. നിശ്ചയമായും ദൈവത്തിന്റെ വലിയ കാര്യപരിപാടി ഉണ്ടായിരുന്നു ഈ ജനത്തിന്. ആമേൻ. അവരെ വിടുവിച്ച് അവരെ പുറപ്പെടുവിച്ച് അവരെ കൊണ്ടുപോകുന്ന ദൈവം ആരെന്ന് മരുഭൂമിയിൽ ഗ്രഹിപ്പിക്കേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. और परमेश्वर चाहता था कि इनको कौन चुरा कर ले जा रहा है, उनका परमेश्वर कौन है, वो उनको बताना था. ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയിൽ നാം ഒരുപക്ഷെ ചിന്തിച്ചു പോകും, എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ഈ മരുഭൂമി നീ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, മരുഭൂമി ദൈവം അനുവദിച്ചെങ്കിൽ അതിലൂടെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. എന്നെയും നിങ്ങളെയും ചിലത് ഗ്രഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് മരുഭൂമിയുടെ ദൈവം നയിക്കുവാനിടയായി തീരുന്നത്. और जब भी हम ये रेगिस्तान से गुजरे हम सोच सकते हैं हमें क्यों ऐसा यहाँ से चला रहा है, लेकिन परमेश्वर का इसके पीछे एक मकसद है. എന്നാൽ ഒരു കാര്യം കൂടി നാം തിരിച്ചറിയണം. നാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ പാർക്കുവാൻ തക്കതായ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിലൂടെയാണ് ദൈവം നടത്തുന്നത്. ദൈവത്തിന്റെ കാര്യപരിപാടിയും പദ്ധതിയും ഉന്നതമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം സ്തോത്രം ചെയ്യുവാനിടയാകണം. और ऐसे अच्छे
अच्छे नगर में उनको ले जाए, इसके लिए परमेश्वर उनको ठीक मार्ग पर चलाता है। परमेश्वर का कार्य इस तरह होता है। ഒരുപക്ഷെ മരുഭൂമിയാണെന്ന് നമുക്ക് തോന്നിയാലും हमें भले ये रेगिस्तान लगता होगा, അത് നമ്മെ ചൊവ്വയുള്ള പാതയിൽ, അല്ലെങ്കിൽ നാം പാർക്കുവാൻ തക്ക പട്ടണത്തിലേക്ക് നടത്തുന്ന ചൊവ്വയുള്ള പാതയാണെന്ന് നാം തിരിച്ചറിയണം. लेकिन यही रेगिस्तान का जो सफर है एक सही मार्ग है, हमें सही शहर पे ले जाने के लिए। ക്രിസ്തീയ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമുക്ക് ഏവർക്കും ഉണ്ടാകാം. हम सबको रेगिस्तान का अनुभव होता എന്നാൽ है। ആ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മെ ചൊവ്വയുള്ള പാതയിലൂടെ നടത്തി നിത്യതയിൽ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ लेकिन हमारे जीवन में भी जो रेगिस्तान आता है वो सही मार्ग है हमें अनंत जीवन में ले जाने के लिए। ആമേൻ. ഈ മരുഭൂമിയിലൂടെ നടത്തിയ പല അനുഭവങ്ങളും പല വ്യക്തികളെ കുറിച്ചും നമുക്ക് തിരുവചനത്തിൽ ശ്രദ്ധിക്കുവാൻ और इस തക്കവണ്ണം रेगिस्तान में चलते वक्त जो अनुभव हुए और जो व्यक्ति है, कई व्यक्तियों का परिचय दिया गया है। ഹോശേയ-പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और होशे की लिखी हुई भविष्यवाणी पुस्तक अध्याय 2 उसके 14 में ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നെ മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് കൃത്യമായി ഇടപെടുന്നു എന്ന് വായിക്കുവാൻ കഴിയും. और वहां पर ऐसा लिखा है कि उसने मुझे मोहित कर कर जंगल में ले गया और वहां पर शांति की बातें कहा। ഇവിടെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന ദൈവം ജനത്തോട് കൃത്യമായി ഇടപെടുവാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്. और उनसे प्रत्येक रूप से उनके साथ एक अनुभव के लिए परमेश्वर उन्हें जंगल में ले गया। ഒന്ന്, ഈ ജനത്തെ ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് ഗ്രഹിപ്പിക്കുവാനായിരുന്നെങ്കിൽ एक उनको परमेश्वर की देखभाल का दर्शन देने के लिए, ഇവിടെ ദൈവത്തിന് ചിലത് കൃത്യമായി അവരോട് സംസാരിക്കുവാൻ, ചിലത് കൈമാറുവാൻ ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ട്, लेकिन यहाँ पर प्रत्येक रूप से उनको कुछ बातें बताने के लिए, कुछ बातें उनके हाथ में सौंपने के लिए परमेश्वर ने चुना। ഇവിടെ മരുഭൂമിയിലേക്ക് അവളെ വശീകരിച്ചു കൊണ്ടുപോയെന്നാണ് വായിക്കുന്നത്. यहाँ पर लिखा है कि उनको मोहित कर कर जंगल में ले गया। അതിന്റെ അർത്ഥം ഇതാണ്, മറ്റെല്ലാ തടസ്സങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും ആമേൻ വേറിട്ട് ദൈവവുമായി മാത്രം ചെലവിടുവാൻ ചില പ്രത്യേക സന്ദർഭങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവം ചിലപ്പോഴൊക്കെ ഒരുക്കിയേക്കാം. परमेश्वर के संतान के जीवन में ऐसा माहौल करता है कि बाकी हालातों से, व्यक्तियों से, रिश्तों से अलग कर अलग अपने लिए उस संतान को ले चलता है। അവിടെ മറ്റ് വ്യക്തി ബന്ധങ്ങൾക്കോ ആമേൻ മറ്റ് നമ്മെ തടസ്സപ്പെടുത്തുന്ന യാതൊരു സ്വാധീന ശക്തികൾക്കോ അവിടെ സ്ഥാനമില്ല. और उस समय पर जब परमेश्वर खुद के लिए चुनता है तो बाकी मानसिक रिश्तों को और संबंधों को कोई स्थान नहीं അവിടെ होता। ദൈവവുമായിട്ട് മാത്രം ചെലവിടുന്ന സമയങ്ങളാണത്. और वो समय से परमेश्वर के साथ बिताने वाला समय है। ദൈവത്തിന് മാത്രം ആമേൻ ദൈവമുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം, और एक ऐसा समय है जब सिर्फ परमेश्वर का चेहरा दिखता है और कुछ ദൈവ ശബ്ദം മാത്രം കേൾക്കുന്ന സ്ഥലം, और परमेश्वर का सिर्फ आवाज सुनाई ദൈവ देती है। സാന്നിധ്യം മാത്രം അനുഭവിക്കുന്ന और ഇടം. परमेश्वर की उपस्थिति अनुभव होती है। തിരുവചനത്തിൽ അനേകം ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. और इसी तरह वचन में कई भक्तों का अनुभव हम देख सकते हैं। ഭക്തനായ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുവാനിടയായി തീർന്നു. और परमेश्वर के प्रेरित होने वाले യോഹന്നാ को शहर से भगा दिया। ആമേൻ. അവനെ മരുഭൂമിയിൽ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തിയത് അവനെ മരിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. നാടുകടത്തുവാനിടയാക്കി. पत्मोस नाम के एक द्वीप में उसे फेंक दिया कि वो अकेले रहकर वहां पर मर जाए। അവൻ രാജാവ് ഓർത്തു അവൻ മടങ്ങി വരികയില്ല. राजा को लगा अरे ये तो कभी लौटेगा नहीं। രാജാവ് ഓർത്തു യോഹന്നാന്റെ കാലം കഴിഞ്ഞു, കഥ और കഴിഞ്ഞു, राजा को लगा യോഹന്നാ का समय इसी के അവന്റെ साथ खत्म ചരിത്രം അവസാനിച്ചു. और उसका इतिहास बन गया हो। ഹല്ലേലൂയ. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി തീർന്നപ്പോൾ മറ്റെല്ലാ തടസ്സങ്ങളിൽ നിന്നും വേറിട്ട് അവൻ ദൈവമായിട്ട് ഇടപെടുവാൻ തുടങ്ങി. और जब യോഹന്നാ वहां पर अकेला था तब उसका बाकी का संबंध परमेश्वर के साथ होने लगा। അവൻ ഒരുപക്ഷെ ശത്രു താല്പര്യപ്പെടുന്നത് നീ അവിടെ നശിക്കണമെന്നായിരിക്കാം. दुश्मन चाहता है तू तो नष्ट हो जाए। അവൻ ശത്രു ഓർക്കുന്നത് നീ മടങ്ങി വരികയില്ല എന്നായിരിക്കാം. दुश्मन चाहता है कि तू कभी लौट ना। ശത്രു ഓർക്കുന്നത് നിന്റെ ചരിത്രം അവിടെ അവസാനിച്ചു എന്നായിരിക്കാം. दुश्मन चाहता है कि उसका इतिहास वहां पर ही എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, അങ്ങനെയുള്ളതായ വേറിട്ട അനുഭവങ്ങൾ നിന്നെ അവസാനിപ്പിക്കുവാനല്ല, മുടിച്ചു കളയുവാനല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടികളെ നിന്നെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയാണ്. लेकिन परमेश्वर का मकसद तेरा नाश और तेरा नुकसान नहीं, लेकिन परमेश्वर की दर्शन के लिए, परमेश्वर के बारे में बताने के लिए। മേലാൽ സംഭവിക്കാനുള്ളത് യോഹന്നാന് ദൈവം ആ ദ്വീപിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. भविष्य में घटने वाला था, परमेश्वर ने യോഹന്നാ को उस द्वीप में बताया। 7 സഭകൾക്കായി എഴുതി അയക്കത്തക്ക നിലയിൽ ആമേൻ ലേഖനങ്ങളുടെ ദൈവിക വെളിപ്പാടുകളുടെ ഒരു വലിയ പട്ടിക, ഒരു കൂമ്പാരം ആമേൻ യോഹന്നാൻ ആ ദ്വീപിൽ എഴുതിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. और सातों कलीसियाओं को जो खत लिखना था पत्मोस द्वीप में യോഹന്നാ ने बैठ के लिखा। ഭാവികാല പ്രത്യാശയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദൈവിക വെളിപ്പാടുകൾ, और आगे के भविष्य के बारे में हमें आशा देने वाली लेखक, അന്ത്യകാലത്ത് ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള
സമയത്തുള്ളതായ വെളിപ്പാടുകൾ. और अंत के समय में दुनिया में जो घटनाएं घटने वाली है उसके बारे में. നോക്കണമേ, ഇത് പ്രാപിക്കണമെങ്കിൽ ഒരു പത്മോസിന്റെ ദ്വീപ് യോഹന്നാൻ ആവശ്യമായിരുന്നു. अगर ये देना था तो पत्मोस द्वीप में उसे अकेला होना भी जरूरी था. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കൃത്യമായി ഇടപെടുവാൻ ആമേൻ പദ്ധതി ഉള്ളപ്പോൾ ഒരു ദൈവ പൈതലിനെ ദൈവം വശീകരിച്ചോ അല്ലെങ്കിൽ സ്വാധീനങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെയോ മറ്റേതെങ്കിലും നിലവാരങ്ങളിൽ അവനെ ഒറ്റയ്ക്കേകമായി കൊണ്ടുപോയിട്ട് ദൈവം അവനോട് കൃത്യമായിട്ട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. परमेश्वर को किसी इंसान के साथ ऐसा बर्ताव करना हो तो वो उसे बाकी सब चीजों से अलग कर अपने लिए मोहित कर उसे ले चलता है. ആമേൻ. മൂന്നാമതായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ ചില പരീക്ഷകളുടെ ഇടമാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. और तीसरी बात अगर हम रेगिस्तान को देखें, परीक्षा होने वाली जगह है. കർത്താവായ യേശുവിന്റെ ചരിത്രം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ പഠിക്കുവാൻ കഴിയും. मत्ती का सुसमाचार अध्याय 4 में हम देख सकते हैं प्रभु यीशु के बारे में. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ अगर उसके 1 से हम पढ़े तो കർത്താവായ യേശുവിനെ നേരിട്ടതായ പരീക്ഷകളെ കുറിച്ച് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और जो परीक्षाओं से प्रभु यीशु गुजरा उसके बारे में लिखा गया है. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് അവിടെ വായിക്കുന്നത്. वहां पे लिखा गया है कि शैतान द्वारा यीशु की परीक्षा हो आत्मा ने उसे रेगिस्तान ले गया. ഇവിടെ യേശു തനിയെ മരുഭൂമിയിലേക്ക് പോയതല്ല. यीशु अकेला नहीं गया रेगिस्तान में. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചതാണ്. पवित्र आत्मा ने उसे रेगिस्तान की ओर. അവൻ എന്തിനു വേണ്ടി? क्यों? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. शैतान उसकी परीक्षा कर पाए. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒരുവരെ നയിക്കുമോ? क्या पवित्र आत्मा एक इंसान को परीक्षा के लिए ले जाएगा? നിശ്ചയമായിട്ടും ഇവിടെ യേശു അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ്. और निश्चित रूप से यीशु एक अच्छा सबूत है. എന്തിനു വേണ്ടിയാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുവാൻ അയച്ചത്? और यीशु को परीक्षा के लिए क्यों भेजा? ആമേൻ. ദൈവത്തിന് തെളിയിക്കണം, പിശാച് കൊണ്ടുവരുന്ന ഒരു പരീക്ഷകളിലും ആമേൻ ദൈവത്തിന്റെ അഭിഷക്തൻ വീണുപോവുകയില്ല എന്ന് ദൈവത്തിന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. परमेश्वर का सबूत देना था कि परमेश्वर का अभिषक्त शैतान की कोई भी चालाकी के सामने नहीं गिरेगा. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ദൈവത്താൽ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ ആത്മാവ് അവനെ എവിടെ നയിച്ചാലും പിശാചിന്റെ ആമേൻ തടവറയിലേക്ക് അവനെ കൊണ്ടുപോയാലും അവിടെയും അവൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. अगर एक इंसान सच्ची में परमेश्वर का अभिषक्त है तो वो कितने भी बड़े बुरे जगह पर जाए, शैतान के बंदी गृह में भी उसको डाल दे, आत्मा से ले जाए, वो गिरेगा नहीं. ഇവിടെ കർത്താവായ യേശുവിനെ 3 തരത്തിലുള്ളതായ പരീക്ഷകളാണ് പിശാച് അകപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. और 3 तरह की परीक्षाओं से यीशु गुजरे. 1 ജഡമോഹത്തിൽ, एक जड़ का मोह, 2 കൺമോഹത്തിൽ, दूसरे आंखों का मोह, 3 ജീവനത്തിന്റെ പ്രതാപത്തിൽ. और तीसरा जीवन की जो प्रौढ़ी है. നമുക്കറിയാം ഈ 3 വിഷയങ്ങളാണ് ദൈവമക്കൾക്കെതിരായി പിശാച് ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങൾ. और ये तीनों हथियार है जो शैतान परमेश्वर के लोगों के खिलाफ भी उपयोग करता है. പ്രധാന പരീക്ഷകൾ ഇത് 3മാണ്. और ये तीनों प्रधान है. എന്നാൽ ഈ 3 പരീക്ഷകളിൽ കർത്താവായ യേശു എന്ന അഭിഷക്തൻ ജയിപ്പാൻ തക്കവണ്ണം ഇടയായി. लेकिन ये तीनों के ऊपर प्रभु जीत हासिल की. ആമേൻ. കർത്താവായ യേശുവിനോട് പറയുന്നു, നീ കല്ലപ്പമാകുവാൻ പറയുക, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ. ആമേൻ. കർത്താവായ യേശു ആമേൻ അതിനെ ജയിപ്പാൻ തക്കവണ്ണം ഇടയായി. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ജയിപ്പാൻ തക്കവണ്ണം ഇടയായി. शैतान ने यीशु से कहा, तू तो भूखा है, तो पत्थर को रोटी बना और खा ले. यीशु ने कहा, सिर्फ रोटी के द्वारा नहीं, लेकिन परमेश्वर के जबान से आने वाले हर एक वचन के द्वारा इंसान जीता है. ആമേൻ. രണ്ടാമത് ഉയർന്ന മലയിലേക്ക് ആമേൻ ആലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആമേൻ അവിടെ നിന്ന് ചാടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. और उसके बारे बड़े पहाड़ के ऊपर ले जाकर उसको कहता है कि तू यहाँ से कूद जा. ആമേൻ. ആ ഗോപുരത്തിൽ നിന്ന് ആമേൻ താഴേക്ക് ചാടുവാൻ അവനോട് ആവശ്യപ്പെടുമ്പോൾ ആമേൻ കർത്താവ് പറയുന്നു, ആമേൻ നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കുവാൻ പാടില്ല. और जब शैतान बोलता तू कूद जा, तो यीशु ने कहा, नहीं, तुम अपनी परमेश्वर की परीक्षा ना लेना. ആമേൻ. അടുത്തത് കർത്താവായ യേശുവിനെ ഭൂമിയിലുള്ള സകല ആമേൻ സമ്പത്തും സകല അനുഗ്രഹങ്ങളും കാണിച്ച ശേഷം അവൻ പറയുന്നു, വീണ് നമസ്കരിക്കുക, ഇതൊക്കെയും നിനക്ക് തരുവാൻ തക്കവണ്ണം ഇടയാകും. और उसके बाद सारी दुनिया की महिमा को दिखाकर कहता है कि तू मेरे सामने झुक जा, मैं तुझे ये सब दे दूंगा. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കുവാൻ ആരാധിപ്പാൻ പാടൂ. तो यीशु ने उत्तर दिया, परमेश्वर यहोवा के अलावा किसी की आराधना ना करना. നോക്കണമേ, ജഡത്തിന്റെ ആമേൻ മോഹം ആമേൻ അല്ലെങ്കിൽ തന്റെ വിശപ്പിനെ കാണിച്ചുകൊണ്ട് ജഡമോഹത്തിൽ കർത്താവ് ആകർഷിക്കപ്പെടുവാൻ പിശാച് പരിശ്രമിച്ചു. और शैतान ने कोशिश की कि यीशु की भूख को दिखाकर उसके जो है शरीर के मोह में डाल. യേശു അതിനെ ജയിപ്പാനിടയായി. लेकिन यीशु जीता. ഭൂലോകത്തുള്ള സകല നന്മകളും കാണിച്ചുകൊണ്ട് ആമേൻ പിശാചിനെ നമസ്കരിക്കുവാൻ
പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. और दुनिया की सारी धन संपत्ति और बड़े चीजों को दिखाकर कहा शैतान की आराधना കൺമോഹത്തിലൂടെ യേശുവിനെ പരീക്ഷിക്കുവാൻ പദ്ധതിയിട്ടു. और आंखों के मोह के द्वारा उसने उसकी परीक्षा ली। യേശു അതിനെ ജയിപ്പാൻ यीशु उसके ऊपर भी जीत गया। ആമേൻ. ആലയം ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുവാൻ അവനോട് ആവശ്യപ്പെട്ടു. ആമേൻ. അവിടെയും യേശു ജയിപ്പാൻ ഇടയായി തീർന്നു. ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്ന് അവൻ ജയിപ്പാൻ ഇടയായി തീർന്നു. और मंदिर के कमूरे के ऊपर से कूद जा, लोग तुझे देखकर तेरी वाह करेंगे, इसके ऊपर भी प्रभु जीता। നോക്കണമേ, മരുഭൂമി എന്ന് പറയുന്നത് പരീക്ഷകളുടെ ഇടമാണ്. और रेगिस्तान जो है परीक्षाओं का जगह है। ഇസ്രായേൽ മക്കളുടെ ചരിത്രവും നാം പഠിക്കുമ്പോൾ മരുഭൂമിയിൽ അനേക സന്ദർഭങ്ങളിൽ അവർ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. अगर इस्राएल के लोगों को देखें, उनकी भी कई जगहों पर परीक्षा हुई, എന്നാൽ പല പ്രിയപ്പെട്ടവരും പരീക്ഷയിൽ പരാജയപ്പെടുവാനിടയായി. लेकिन कई प्रिय लोग जो है परीक्षा में हार गए। എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ ചരിത്രം കുറിച്ചിരിക്കുന്നത്? परमेश्वर के वचन में हारे हुए लोगों के बारे में क्यों लिखा गया है? ആമേൻ. പരീക്ഷിക്കപ്പെടുന്നവർ പരാജയപ്പെടണമെന്ന ഉദ്ദേശത്തോടെയല്ല, പരീക്ഷയിൽ ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ये क्यों लिखा गया? क्योंकि उससे हम समझे और अपने परीक्षा में हारने के लिए नहीं, परीक्षा में जीतने के लिए लिखा गया है। പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ ചരിത്രം മാത്രമല്ല, പരീക്ഷയിൽ ജയിച്ചവരുടെ ചരിത്രം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. सिर्फ हारे हुए लोगों की नहीं, परीक्षा में जीते हुए लोगों की यहाँ पे दिया गया। അതിന് ഉത്തമ ഉദാഹരണമാണ് കർത്താവായ യേശു. और उसका सबसे उत्तम उदाहरण है हमारे यीशु നമ്മുടെ मसीह। മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ചില പരീക്ഷകൾ കടന്നു വന്നിരിക്കാം. और हमारे जीवन में भी परीक्षाएं आएंगी। എന്നാൽ ആ പരീക്ഷയുടെ മുൻപിൽ തളർന്നു പോകാതെ അതിനെ ജയിച്ചു മുന്നേറുവാനുള്ള ദൈവശക്തിയും ദൈവകൃപയും ദൈവാത്മാവിന്റെ അഭിഷേകവും നിയോഗവും ദൈവമക്കൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. लेकिन उस पे जीतने के लिए जो है पवित्र आत्मा का जो अभिषेक है वो पाना जरूरी है। ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. നാലാമതായിട്ട് ആമേൻ, ചില ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുവാനുള്ള ഇടമാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. और परमेश्वर की वाणी पाने का एक जगह है परमेश्वर वो रेगिस्तान। ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ഈ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ചരിത്രം നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. लूका का सुसमाचार अध्याय 3 वचन 2 में हम यूहन्ना बपतिस्मा के बारे में देख सकते हैं। 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യോഹന്നാനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിൽ ആമേൻ പാർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യോഹന്നാനെ പരിചയപ്പെടുത്തുന്നത്. यूहन्ना का परिचय देखो, वो जो है रेगिस्तान में रहने वाले एक इंसान के रूप में उसका परिचय दिया है। യോഹന്നാൻ സ്നാപകൻ വാസ്തവത്തിൽ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചവനാണ്. और यूहन्ना जो है एक प्रेरित पुरोहितों के याजकों के परिवार में पैदा हुआ। അവന്റെ പിതാവായ സക്കറിയാവ് ആമേൻ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. और उसका पिता जकरिया जो है परमेश्वर के आराधनालय में सेवकाई कर चुका है। ആമേൻ. കൂറുകൾ അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ ആമേൻ അബിയാകൂറിൽ സക്കറിയാവ് എന്ന പുരോഹിതൻ തന്റെ സമയത്ത് ആലയത്തിൽ ശുശ്രൂഷ ചെയ്തതായിട്ട് നാം വായിക്കുന്നു. और वहां पर हम पढ़ते हैं कि जकरिया का जब जो है समय आया तब उसने वहां पर जाकर आराधनालय में आराधना की। അപ്പോൾ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ, ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചതായ വ്യക്തിയാണ് യോഹന്നാൻ. एक याजकों के परिवार में पैदा हुआ इंसान है यूहन्ना। സ്വാഭാവികമായിട്ടും ഒരു പുരോഹിതനായി തന്നെ വളർത്തപ്പെടുകയും ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതായ വ്യക്തി. और इसके लिए व्यक्तिगत रूप से उसे जो है याजक के रूप में उसे सेवकाई लेना चाहिए था। എന്നാൽ അവനെ കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടി മറ്റൊന്നായിരുന്നു. लेकिन उसके बारे में परमेश्वर का मकसद दूसरा है। ഹല്ലേലൂയ. വാസ്തവമായി വരുവാൻ പോകുന്ന മശീഹിക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നൊരു വലിയ ദൗത്യമാണ് യോഹന്നാനിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരുന്നത്. उसके ऊपर एक बड़ी जिम्मेदारी थी, आने वाले मसीहा के लिए रास्ता तैयार करो। ആമേൻ. നാളുകളായി അടഞ്ഞു കിടക്കുന്ന ദൈവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു യോഹന്നാനെ കുറിച്ചുള്ളതായ ദൈവിക और പദ്ധതി. सालों से बंद होने वाले आराधनालय में परमेश्वर की महिमा ले आने का जिम्मेदारी उसके ऊपर था। നാളുകളായി ദൈവത്തിൽ തന്യപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ദൈവിക ദൂതമായി ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടിയാണ് യോഹന്നാനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായത്. और परमेश्वर की वाणी ले जाने के लिए परमेश्वर ने यूहन्ना को चुना था। ആമേൻ. ലോകത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന സത്യ വെളിച്ചത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു യോഹന്നാനെ ദൈവം और തിരഞ്ഞെടുക്കുവാനിടയായത്. दुनिया में आने वाली सच्चाई की रोशनी के बारे में परिचय देने के लिए यूहन्ना को चुना था। ഹല്ലേലൂയ. നാളുകളായി കാത്തിരിക്കുന്ന വാഗ്ദത്ത മശീഹിക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് യോഹന്നാനെ ദൈവം और നിയോഗിപ്പാനിടയായി. सालों के लिए जो मसीहा की बाट जो रहे थे उसका परिचय देने के लिए यूहन्ना को लाया गया। 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്ന: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. और उसके 4 से ऐसा लिखा है, जंगल में पुकारने वाले के शब्द सुनो कि प्रभु का मार्ग तैयार करो, उसके सड़कों को सीधा बनाओ। हर एक घाटी भर दी जाएगी, हर एक पहाड़ और टीला नीचा किया जाएगा
और जो टेढ़ा है वो सीधा और चौरस हो जाएगा। हर एक प्राणी परमेश्वर के उद्धार को देखेगा। ഹല്ലേലൂയ. നാളുകളായി ആമേൻ ദൈവത്തിന്റെ ആമേൻ മൗനത്തെ ഭേദിച്ചുകൊണ്ട് യോഹന്നാൻ ദൈവ ശബ്ദവുമായിട്ട് ചരിത്ര പ്രവേശനം ചെയ്യുകയാണ്. कई सालों से जो परमेश्वर की आवाज नहीं सुनाई दी थी, उस आवाज को ले आया यूहन्ना। ആമേൻ ദൈവത്തിന്റെ നാവായിട്ട് യോഹന്നാൻ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. परमेश्वर के जबान के रूप में वो प्रकट हुआ। മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീരെന്ന് വിളിച്ചു പറയുവാൻ യോഹന്നാന് കഴിയുമായിരുന്നു. और पश्चाताप के अनुसार जो फल है वो देने के लिए यूहन्ना आया। ജനത്തിന്റെ ഭാവത്തെ കുറിച്ച് ബോധം വരുത്തുവാനുള്ള വലിയ ന്യായവിധിയുടെ ദൂതമായിട്ടാണ് യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുവാനിടയായത്. लोगों के पाप के बारे में उनको बताने के लिए और आने वाले दंड के बारे में उनको बताने के लिए यूहन्ना आया। ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ ഏലിയാവിന്റെ ആത്മാവോട് കൂടിയാണ് യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുവാനിടയായത്. परमेश्वर के वचन में जिस तरह लिखा है, यिर्मयाह की आत्मा के साथ वो आया। एलिया के आत्मा के साथ। Praise the Lord. നോക്കണമേ, ഇതെല്ലാം ഈ യോഹന്നാൻ എവിടെയാണ് പ്രാപിക്കുവാനിടയായത്? और ये सब ये यूहन्ना को कहां पर मिला? ഒരാലയത്തിലല്ല, ये किसी आराधनालय ഒരു में പഠനശാലയിലല്ല, और ना ही कोई ഒരു लाइब्रेरी में പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇരുന്നല്ല, और भविष्यवक्ताओं की झुंड में ഒരു नहीं പ്രാർത്ഥനാ സഭയിൽ നിന്നല്ല, और एक प्रार्थना कलीसिया से भी नहीं। മറിച്ച് മരുഭൂമിയിൽ നിന്നാണ് അവരത് പ്രാപിക്കുവാനിടയായത്. उसने ये सब एक रेगिस्तान से पाया മരുഭൂമിയിൽ ഒരു കാട്ടുമനുഷ്യനെ പോലെ ജീവിക്കുന്ന യോഹന്നാൻ, और एक जंगली इंसान की तरह जीने वाला यूहन्ना, കാട്ടുതേനും വെട്ടുക്കിളിയും അവന്റെ ഭക്ഷണമായിരുന്നു എന്ന് പറയുന്നു. और जो जंगली मधु जो है वो और चिट्टियों को खाकर, ആമേൻ. അതുപോലെ തന്നെ അരയിൽ തോൽവാർ, ഒട്ടകത്തിൽ തോൽവാർ ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, और ऊंट के जो है ऊंट के जो चमड़ी है उसको पहनने वाला, കണ്ടാൽ ഒരു കാട്ടുമനുഷ്യനെ പോലെ തോന്നും. और देखने पर एक जंगली इंसान के കണ്ടാൽ ആർക്കും അവനെ ആകർഷണമായി തോന്നുകയില്ല. और उसको देखने पर लोग पसंद नहीं करते, എടുത്തു പറയത്തക്ക വിശേഷതകളൊന്നും യോഹന്നാനിൽ ലോകത്തിന് പറയുവാൻ और കഴിയുകയില്ല. देखने पर बताने जैसे कोई विशेष गुण उसमें नहीं थे। പക്ഷെ യോഹന്നാന്റെ വാ തുറന്നാൽ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു പുറത്തു വരുന്നത്. लेकिन यूहन्ना के मुख से परमेश्वर की आवाज आती थी। യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള വാക്കുകളുമായിട്ടാണ് യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുവാനിടയായത്. परमेश्वर यहोवा इस तरह कहता है, इन शब्दों के साथ वो प्रवेश करता है। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിന്റെ ജീവിതം മരുഭൂമിയിലാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. മരുഭൂമിയിൽ ദൈവശബ്ദം കേൾക്കുവാനും ജനത്തോട് വിളിച്ചു പറയുവാനും ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. भले तुम्हारी आज की अवस्था रेगिस्तान जैसी हो, लेकिन रेगिस्तान में परमेश्वर की आवाज सुनकर लोगों को बताने के लिए प्रभु ने चुना है, ये जानकर आनंद मनाओ। അനേകർ ആമേൻ മനോഹരമായ സൗധങ്ങളിൽ പാർക്കുമ്പോൾ, जब कई लोग अच्छे अच्छे भवनों में अच्छी अच्छी जगहों पर है, ആമേൻ അനുഗ്രഹിക്കപ്പെട്ടതായ അല്ലെങ്കിൽ ഉന്നതമായ ആലയങ്ങളിൽ പാർക്കുമ്പോൾ, या फिर कुछ लोग बड़े बड़े आराधनालयों में जब जीते हैं ശ്രേഷ്ഠമായ എല്ലാ സൗകര്യങ്ങളോടും കൂടെ പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ, और श्रेष्ठ रीति से हर एक अच्छे गुण पाकर याचक का सेवकाई कर रहे हैं, അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാവിധമാകുന്ന നന്മകളും അനുഗ്രഹിച്ച് ക്ഷേമമായി കഴിയുമ്പോൾ, या दुनिया की हर एक भलाई पाकर अच्छे से जी रहे हो, പ്രിയ ദൈവവൈതലേ, നിന്നെ സംബന്ധിച്ച മരുഭൂമിയുടെ അനുഭവങ്ങൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയല്ല, നിന്നെ ഒടുക്കുവാൻ വേണ്ടിയല്ല, നിന്നെ നിരാശയോട് അവസാനിപ്പിക്കുവാനല്ല, മറിച്ച് ആമേൻ ആ മരുഭൂമിയിൽ ചില ദൈവശബ്ദങ്ങൾ ഏറ്റെടുത്ത്, ചില ദൈവങ്ങൾ ഏറ്റെടുത്ത്, ചില ദൈവപ്രവൃത്തികളുമായി, ചില ദൈവീയ ദൂതുമായി പുറത്തു വരുവാൻ വേണ്ടിയാണ്. लेकिन रेगिस्तान के इस हालात में तुझे वहां पर परमेश्वर की वाणी को स्वीकार कर उसको जानकर पहचान कर उसे बताने के लिए चुना है। ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാണ്? कितने लोग तैयार हैं इसको स्तुति धन्यवाद ഹല്ലേലൂയ. എന്റെ മരുഭൂമിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ रेगिस्तान की हालत के लिए मैं धन्यवाद करता हूँ। ഹല്ലേലൂയ. അഞ്ചാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ ചില ശുശ്രൂഷകൾ ചെയ്യിക്കുന്ന ഇടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. और पांचवा अगर हम देखते हैं, रेगिस्तान एक ऐसा जगह है जहाँ से परमेश्वर इंसान से सेवकाई कराता है। അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ प्रेरितों के कार्य अध्याय 8 जब हम അവിടെ ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. पे फिलिपोस के बारे में हम देख सकते हैं। ആമേൻ. യെരൂശലേം ദൈവാലയത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ മേശമേൽ ശുശ്രൂഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആമേൻ ഫിലിപ്പോസ്. और परमेश्वर की कलीसिया में, यरूशलेम की कलीसिया में मेज पर खाना बांटने के लिए चुना गया इंसान था फिलिपोस। യെരൂശലേമിൽ ആദിമ സഭയിൽ ആമേൻ ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആമേൻ അപ്പോസ്തലന്മാർ ദൈവാത്മാവുള്ള ചില പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാനിടയായി. और पहली सदी कलीसिया में जब कुछ परेशानियां हुई तो खाना परोसने के लिए प्रेरितों ने इनको चुना। അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആലയത്തിൽ വരുന്ന ആളുകൾക്ക് ആമേൻ
ഭക്ഷണം ഒരുക്കി കൊടുത്ത് അവരെ സെർവ് ചെയ്യുക എന്നുള്ളത് ശുശ്രൂഷയാണ്. और उनकी जिम्मेदारी ये है कि कलीसिया में जो भी लोग आते हैं उनको खाना परोसो. ആമേൻ. ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ് വാസ്തവത്തിൽ ഫിലിപ്പോസ് നിയോഗിക്കപ്പെടുവാനിടയായത്. और ऐसी एक सेवकाई के लिए फिलिप्पोस को चुना गया था. എന്നാൽ ആ ശുശ്രൂഷ വിശ്വസ്തമായി ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പോസിന്റെ മേൽ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം നൽകുവാനിടയായി. और उस सेवकाई को अच्छे से करने वाले फिलिप्पोस के ऊपर परमेश्वर की आत्मा आई. ആമേൻ. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ആമേൻ അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. और पवित्र आत्मा ने उससे कहा कि तू उठकर यरूशलेम से निकलकर गसा की ओर जो रास्ता है उस पर जा. എന്തിനു വേണ്ടിയാണ് പോകുന്നത് ദൈവം അവനോട് പറഞ്ഞില്ല. पवित्र आत्मा ने नहीं कहा कि किसके लिए जाना है, പക്ഷേ അവിടേക്ക് പോകുവാൻ അവന് നിയോഗം ലഭിച്ചു. लेकिन उधर जाने की उसको आज्ञा അവൻ അത് അനുസരിക്കുവാനിടയായി. और वो उसने मान लिया. അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും ആമേൻ മഹാനുമായ ഒരു രാജഭൃത്യൻ ആമേൻ എത്യോപ്യയ്ക്ക് വേണ്ടി യെരൂശലേമിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് എത്യോപ്യയിലേക്ക് മടങ്ങി പോകുകയാണ്. और वहां पर जो है उसे तब पता चला कि यरूशलेम में आराधना करने के बाद इथियोपिया रहने की खदान देखने वाला जो मनुष्य है वहां से गुजर रहा है. അവൻ പോകുന്ന വഴിയിൽ അവന്റെ തേരിൽ ഇരുന്നുകൊണ്ട് ഒരു ദൈവവചനത്തിന്റെ പ്രതി അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. और वो अपने रथ में बैठकर परमेश्वर का वचन से पढ़ रहा था. ഇത് ശ്രദ്ധയിൽപ്പെട്ടതായ ഫിലിപ്പോസ് അവനുമായി സംസാരിക്കുവാൻ തുടങ്ങി. और फिर वो फिलिप्पोस से बात करने लगा. അവന്റെ തേരിനോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങി. और वो उसके साथ चलने लगा. അവൻ ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? और फिलिप्पोस ने उसको पूछा कि तू जो पढ़ रहा है तुझे समझ रहा है? ഷണ്ണൻ ആമേൻ ഫിലിപ്പോസിനോട് മറുപടി പറയുന്നു, ഇത് തെളിയിച്ചു തരുവാൻ ആളില്ലാതെ എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും? तो उसने कहा कि अरे अगर मुझे कोई ये समझाएगा नहीं तो मैं कैसे समझूं? ഫിലിപ്പോസിനെ കൂടെ രഥത്തിൽ കയറ്റി ആമേൻ ആ യെശയ്യാ പ്രവാചകന്റെ ആമേൻ പുസ്തകത്തിന്റെ തുകൽ ചുരുൾ ആമേൻ വായിക്കുന്നത് വേർതിരിച്ച് ഫിലിപ്പോസ് ഈ ഷണ്ണന് നൽകുവാനിടയായി. फिर फिलिप्पोस ने जो है इसको खोला और इस यशायाह की भविष्यवाणी की जो वचन है वो उसको समझाने लगा. ചരിത്രം നമുക്കറിയാം. മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ള എത്തുമ്പോൾ ഷണ്ണൻ ചോദിക്കുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് വിരോധം എന്തെങ്കിലും ഉണ്ടോ? तो उस मनुष्य ने कहा कि ये देखो आगे आकर उसने देखा पानी देखा और कहा ये रहा पानी, मुझे बपतिस्मा से कौन रोक सकता है? ഫിലിപ്പോസ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിലാകാം. तो फिलिप्पोस ने कहा तू अगर विश्वास करता है तो ठीक. അതെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. और उसने कहा कि मैं विश्वास करता हूँ कि यीशु ही परमेश्वर का അപ്പോൾ पुत्र നമ്മൾ है. നോക്കണമേ, എന്തായിരുന്നു അവരുടെ യാത്രയിൽ അവരുടെ കൺവെർസേഷൻ, അവരുടെ സംസാരം എന്തായിരുന്നു? तो उस यात्रा में क्या था उनकी बातचीत? क्या थी? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു വാഗ്ദത്ത മശിഹയെക്കുറിച്ചും ആമേൻ ആ കർത്താവായ യേശുവിലൂടെയുള്ളതായ രക്ഷയെക്കുറിച്ചുമുള്ളതായ സുവിശേഷ പ്രസംഗമാണ് അവിടെ നടക്കുവാനിടയായത്. और यीशु मसीह में ही उद्धार है और यीशु मसीह के द्वारा ही रक्षा है, उसके बारे में एक बड़ा प्रचार वहां पर चला. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഇതാ വെള്ളം സ്നാനമേൽക്കുന്നതിന് തടസ്സം വല്ലതുമുണ്ടോ? इसके लिए आगे आकर पानी देखने पर उसने कहा कि अभी बपतिस्मा से मुझे क्या चीज? അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അതെ ഞാൻ വിശ്വസിക്കുന്നു, യേശു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. इसके लिए उसने कहा कि मैं विश्वास करता हूँ यीशु ही परमेश्वर का पुत्र है. ഹല്ലേലൂയ. നോക്കണമേ, ആ ഷണ്ണൻ അവിടെ സ്നാനമേൽക്കുകയാണ്. और वहां पर वो इंसान जो है वहां पर बपतिस्मा लेता है അവൻ സ്നാനമേറ്റ ആനന്ദത്തോടെ എത്യോപ്യയിലേക്ക് മടങ്ങി പോകുവാനിടയായി. और बपतिस्मा लेकर इथियोपिया की ओर वापस आनंद के साथ जाते ഹല്ലേലൂയ. हैं. നോക്കണമേ, എത്യോപ്യയിൽ സുവിശേഷത്തിന്റെ ദീപശിഖയുമായിട്ട് ഈ ഷണ്ണൻ കടന്നുപോയി ആമേൻ ആ ദേശത്ത് വലിയ ഉണർവിന്റെ നാന്ദി കുറിക്കുവാൻ കാരണമായി തീർന്നു. और यही जो है इथियोपिया देश में जाकर उसके द्वारा वहां पर सुसमाचार का जो है झंडा लहराया. ഹല്ലേലൂയ. നോക്കണമേ, മേശമേൽ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടതായ ഫിലിപ്പോസ് ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ആമേൻ പട്ടണത്തിലേക്കല്ല പോയത്, മരുഭൂമിയിലേക്കാണ് അവൻ യാത്ര ചെയ്യുവാനിടയായത്. और खाना परोसने वाला फिलिप्पोस परमेश्वर की आत्मा को बात सुनकर किसी शहर में नहीं गया लेकिन रेगिस्तान में गया. ആ നിർജ്ജന പ്രദേശത്താണ് അവന് ദൈവശബ്ദം ദൈവിക നിയോഗത്തിന്റെ പൂർത്തീകരണം പ്രാപിക്കുവാനിടയായത്. और ऐसे ही एक वीरान देश में परमेश्वर के वचन का जो है पूर्तिकरण होते हुए അവിടെയാണ് അവന് ദൈവത്തിന്റെ ആലോചന പ്രസംഗിക്കുവാനുള്ള വേദി ഉണ്ടാകുവാനിടയായി. और वहां पर ही परमेश्वर का वचन बताने का मौका उसे मिला. ആമേൻ. ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കുന്ന നിയോഗങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവപൈതലിന് മരുഭൂമിയും നിർജ്ജന പ്രദേശവും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വേദിയാക്കി ദൈവത്തിന് മാറ്റുവാൻ കഴിയും. और परमेश्वर की आवाज सुनने वाले परमेश्वर के संतान जो है वो रेगिस्तान को भी जंगल को भी जो है प्रचार करने का मंच बना सकता है. ആമേൻ. ഈ ഷണ്ണൻ എത്യോപ്യയിലേക്ക് തന്റെ തേരിൽ യാത്ര ചെയ്യുമ്പോൾ ഇതാ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു.
और ये मंत्री और ये मनुष्य जब ये जो मनुष्य था जब रथ में यात्रा कर रहा था, ये देखो पवित्र आत्मा फिलिप्पस को ले चलता है। ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികളും ക്രമീകരണങ്ങളും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. और परमेश्वर जो रास्ते खोलता है उसके लिए परमेश्वर को धन्यवाद। ആമേൻ. ആറാമതായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ച് എന്റെ വാക്കുകളെ ചുരുക്കാം. मैं और एक बात बताकर मैं जो है इसमें खत्म करता हूं। മരുഭൂമി എന്ന് പറയുന്നത് പരിശീലനങ്ങളുടെ ഇടമാണ്. और रेगिस्तान जो है हम जो करते हैं उसकी आदत का एक जगह है। ആമേൻ. പരിശീലിപ്പിക്കുന്ന ഇടം, പഠിപ്പിക്കുന്ന ആമേൻ ഇടമാണ്, ട്രെയിനിങ് നൽകുന്ന ഇടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. और रेगिस्तान जो है हमें सिखाने के लिए हमें ट्रेनिंग देने का जगह है। ദൈവവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. और परमेश्वर के वचन में एक बहुत ही प्रधान इंसान है मूसा। മോശ ഇങ്ങനെ ഒരു പ്രധാന വ്യക്തിയായി മാറിയതിന്റെ പിന്നിൽ അവന്റെ ജീവിതത്തിൽ 40 വർഷത്തെ മരുഭൂമിവാസം ഉണ്ടായിരുന്നു. और मूसा एक ऐसा इंसान बनने के पीछे 40 साल का उसका वास था रेगिस्तान में। അവൻ 40 വർഷമാണ് മോശ തന്റെ ശുശ്രൂഷ ചെയ്യുവാനിടയായത്. मूसा ने 40 साल अपनी सेवकाई की। ഈ 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 80 വർഷത്തെ ട്രെയിനിങ് ആണ് മോശയ്ക്ക് ലഭിക്കുവാനിടയായത്. 40 साल की सेवकाई के लिए उसे करीबन 80 साल का जो है ट्रेनिंग। ആദ്യത്തെ 40 വർഷങ്ങൾ ഫറവോന്റെ കൊട്ടാരത്തിലാണ് അവൻ വളരുവാനും ജീവിക്കുവാനും ഇടയായത്. पहले 40 साल वो फरो के महल में था। അവിടെ അവൻ സകലവിധ ജ്ഞാനത്തിലും വിദ്യയിലും എല്ലാം അവൻ അഭ്യസ്തനായി തീരുവാനിടയായി തീർന്നു. वहाँ पे वो सारे ज्ञान में वो भरपूरी पाया। അവൻ മിസ്രയീമിലെ എല്ലാ വിധമാകുന്ന വിദ്യകളും അവൻ അഭ്യസിക്കുവാനിടയായി. और मिस्र के सारे हरकतों सारे कलाओं में वो ज्ञान पाया। എന്നാൽ സർവശക്തനായ ദൈവത്തിന് മനസ്സിലായി ഈ മിസ്രയീമിലെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, വിദ്യ കൊണ്ട് ആമേൻ തന്റെ ജനത്തെ നടത്തുവാൻ, നയിക്കുവാൻ മോശയ്ക്ക് കഴിയുകയില്ല. और उसे परमेश्वर को ये समझा कि मिस्र के महल में पाने वाले ज्ञान के साथ वो अपने लोगों को नहीं चला सकता। മിസ്രയീമിൽ നിന്ന് അവന് വലിയ ജ്ഞാനം ലഭിക്കുവാനിടയായി. मिस्र से उसने ज्ञान पाया। മിസ്രയീമിൽ നിന്ന് വലിയ കായിക അഭ്യാസം പഠിക്കുവാനിടയായി. और मिस्र से उसने जो है शारीरिक ताकतों को पाया। പല കാര്യങ്ങൾ മിസ്രയീമിൽ നിന്ന് ലഭിക്കുവാനിടയായി. और मिस्र से कई बातें सीखी। എന്നാൽ ഇതൊന്നും ഈ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ, തന്റെ ജനത്തെ ആടുകളെ പോലെ നയിക്കുവാൻ മതിയായതായിരുന്നില്ല. लेकिन ये काफी नहीं था कि परमेश्वर के लोगों को मेमनों के समान रेगिस्तान में അതിനുവേണ്ടി ദൈവനെ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. इसलिए परमेश्वर ने मूसा को 40 साल बाद रेगिस्तान में भेजा। 40 വർഷങ്ങൾ മരുഭൂമിയിൽ അവൻ ജീവിക്കുവാനിടയായി. अगला 40 साल वो मरुभूमि में जिया। നോക്കണമേ, 40 വർഷം കൊട്ടാരത്തിൽ രാജകുമാരന് തുല്യമായി ജീവിച്ച മോശ അടുത്ത 40 വർഷങ്ങൾ മരുഭൂമിയിൽ ജീവിക്കുവാനിടയായി. 40 साल महल में जीने वाला, राजकुमार के समान जीने वाला मूसा जो है अगला 40 साल रेगिस्तान में जी रहा है। അതും ആടുകളോട് കൂടെ അവൻ और वो भी ജീവിക്കും. मेमनों के साथ। ആടുകളെ മേയിക്കുന്ന ജോലി. और भेड़ बकरियों को चलाने का അത് काम था। സ്വന്തം ആടല്ല, और वो भी खुद का भेड़ बकरी नहीं, മറ്റൊരുവന്റെ ആടിനെ किसी और के भेड़ बकरी को चरा रहा है। 40 വർഷങ്ങൾ മരുഭൂമിയിലെ ചൂടും കാറ്റും തണുപ്പുമേറ്റ് ആമേൻ മോശ ട്രെയിൻഡ് ആകുവാനിടയായി. और 40 साल तक रेगिस्तान का धूप और ठंडी और ये सब प्यास सहकर वो सीख रहा था। 40 വർഷം ഈ ആടുകളുടെ, ഈ ഉരിയാട പ്രാണികളായ ഈ ആടുകളുടെ കൂടെ നടന്ന് അവൻ ശരിക്കും ആമേൻ ട്രെയിൻഡ് ആകുവാനിടയായി. और ये सब भेड़ बकरियों के साथ 40 साल चलकर वो अच्छे से प्रशिक्षण पाया। അവൻ സൗമ്യത പഠിക്കുവാനിടയായി. और वो जो है दीन हुआ। അവൻ സാവധാനതയും ശാന്തതയും പഠിക്കുവാനിടയായി. और उसने संयम और शांति पढ़ी। അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനായി മാറുവാനിടയായി. और वो जिम्मेदार बना। ത്യാഗങ്ങൾ സഹിക്കുവാനുള്ള മനസ്സുള്ളവനായി മാറുവാനിടയായി. ऐसा मन पाया जो चीजों को त्यागने के लिए तैयार हो। ഏത് സാഹചര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ളതായ മനോഭാവം ഉള്ളവനായി തീരുവാനിടയായി. और हर एक हालात में जो है वो एडजस्ट होने के लिए सीख गया। Praise the Lord. നോക്കണമേ, 40 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശയോട് വിളിച്ചു പറയുന്നു, മോശേ, ഇനി നീ മിസ്രയീമിലേക്ക് മടങ്ങി പോകണം. और 40 साल के रेगिस्तान के ट्रेनिंग के बाद परमेश्वर मूसा को कहता है, जा अब तो मिस्र में लौट। എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. मैं अपने लोगों की पीड़ा को देख चुका हूँ। ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കഷ്ടതയും എന്റെ കാതുകളിൽ എത്തിയിരിക്കുകയാണ്. और उनकी जो प्रार्थना और विनती और जो रोने की आवाज है मेरे कान तक पहुंचना അവരുടെ चाहिए। കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുകയാണ്. और उनके आंसुओं को അവരുടെ നിലവിളി ഞാൻ और കേട്ടിരിക്കുകയാണ്. उनकी आवाजों को मैंने सुना है। ഹല്ലേലൂയ. നീ അവിടേക്ക് പുറപ്പെട്ട് ആ ജനത്തെ പുറത്തു കൊണ്ടുവരണം. और उसके तो वहां पर जाकर मेरी प्रजा को ले आ। ഹല്ലേലൂയ. നോക്കണമേ, മോശെ ഇതിനെ പ്രാപ്തനാക്കി തീർത്തത്
और इसके लिए मूसा को तैयार करने वाले കൊട്ടാരത്തിലെ വാസമല്ല, और महल में रहने वाली तैयारी नहीं, മരുഭൂമിയിലെ ജീവിതമാണ്. जो रेगिस्तान का जीवन था उसने तैयार എന്നെ किया। കേൾക്കുന്ന പ്രിയരെ, मुझे सुनने वाले നമ്മുടെ प्रियजनों, ജീവിതത്തിന്റെ ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്ന ഇടമായി മരുഭൂമിയെ നമുക്ക് കാണുവാനിടയായി. और हमारे जीवन के शैलियों के लिए हमें तैयार करने वाले रूप में हम रेगिस्तान को ജീവിതത്തിൽ കടന്നു വരുന്ന ചില ചൂടേറിയ അനുഭവങ്ങൾ, और जीवन में आने वाले बुरे हालात, ജീവിതത്തിൽ വരുന്ന ചില ഒറ്റപ്പെട്ടതായ സാഹചര്യങ്ങൾ, और जीवन में ऐसे हालात जो आते हैं जब हम अकेलापन महसूस करते ആമേൻ हैं, ആമേൻ ആമേൻ ആരും കൂടെ ഇല്ലാത്തതായ ചില പ്രത്യേക സന്ദർഭങ്ങൾ, और एक ऐसे माहौल जब हम अकेला हो जाए, दुनिया हमारा साथ छोड़ ആമേൻ दे, തനിയെ ഭാരങ്ങൾ വഹിക്കേണ്ടതായ അനുഭവങ്ങൾ, और एक ऐसा माहौल जो अकेला हमें बोझ उठाना पड़े, തളർന്നു പോകുമോ എന്ന് തോന്നുമാറ ജീവിത സാഹചര്യങ്ങൾ, और हम थक जाएंगे, टूट जाएंगे, ऐसे जीवन के ആമേൻ माहौल, പ്രതീക്ഷിക്കാത്ത ചില രോഗത്തിന്റെ പ്രതിസന്ധികൾ, और हमने सोचा भी ना हो ऐसे बीमारी के हालात, ആമേൻ പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലത്തിന്റെ और അനുഭവങ്ങൾ. जो हमने सोचा भी ना हो ऐसे बुरे हालात, പ്രിയ ദൈവവൈതലേ, നീ അഭിമുഖീകരിക്കുന്നെങ്കിൽ अगर ऐसे हालातों से तुम्हें गुजरना पड़े, പകൽക്കാലം ഈ വചനത്തിന്റെ മുൻപിൽ ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. इसके लिए तुम वचन के सामने जांचो, അതിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്താണ്? उसके पीछे परमेश्वर का उद्देश्य क्या है, അതിന്റെ പിന്നിലുള്ള ദൈവിക കാര്യപരിപാടി उसके എന്താണ്? पीछे परमेश्वर का उद्देश्य क्या है। ഹല്ലേലൂയ. അതൊരു പക്ഷേ നിന്നെ പരിശീലനം തരുന്ന ഇടമായിരിക്കാം. हो सकता है वो तुम्हें ट्रेनिंग की जगह ഒരു हो, പക്ഷേ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി നിന്നെ ഒരുക്കിയെടുക്കുന്ന സന്ദർഭമായിരിക്കാം. और तुम्हें सेवकाई के लिए तैयार करने के लिए, ഹല്ലേലൂയ. ഒരു പക്ഷേ ദൈവത്തിന്റെ ചില അരുളപ്പാടുകൾ നിന്നെ കേൾപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമായിരിക്കാം. और परमेश्वर की कुछ बातें तुम्हें सौंपने के लिए हो, ഒരു പക്ഷേ ചില പരീക്ഷകളിലൂടെ പിശാചിനെ ജയിക്കുവാൻ കഴിയും എന്ന് നിനക്ക് ഉറപ്പ് വരുത്തുവാനുള്ള സന്ദർഭമായിരിക്കാം. और उन परीक्षाओं के द्वारा शैतान के ऊपर तुम्हें जीत है वो तुम्हें बताने के लिए, കൃത്യമായി നിന്നോട് ഇടപെടുവാനുള്ള പ്രത്യേക സന്ദർഭങ്ങളായിരിക്കാം. प्रत्येक रूप से परमेश्वर तेरे साथ बातचीत करने वाला समय, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് ആ മരുഭൂമിയിൽ നിന്നെ ഗ്രഹിപ്പിക്കുവാനുള്ള ദൈവിക കാര്യപരിപാടിയായിരിക്കാം. या फिर परमेश्वर की देखभाल का दर्शन तुझे देने के लिए। എന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ കഴിയട്ടെ. आज हम इसे पहचाने, പിറുപിറുപ്പുകൾ മാറിപ്പോകട്ടെ, हमारा रोना कुड़कुड़ाना हट जाए, നിരാശകൾ हमारी മാറിപ്പോകട്ടെ, निराशा हट जाए, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതായ ചോദ്യങ്ങൾ മാറിപ്പോകട്ടെ. और मेरे जीवन में ये ऐसा क्यों घट रहा है ये प्रश्न हट जाए। കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്ന് പറയുവാനിടയായി തീരട്ടെ. हे प्रभु, जो कुछ भी तू मेरे जीवन में देता है उसके लिए ഹല്ലേലൂയ. ऐसा ഒരു होता है। നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനത്തിന്റെ മുൻഭാഗം തങ്ങളെ തന്നെ പരിശോധിക്കട്ടെ. इसके लिए सभी जन अपने आप को इस वचन के सामने जांचें തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ. और अपने आप को परमेश्वर के शरण ജീവിതത്തിന്റെ में समर्पित। വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. हम बहुत ही जीवन के बुरे हालातों से गुजरते എന്നാൽ हैं, ഇന്ന് പകൽക്കാലം പ്രിയരെ, അതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. लेकिन उसके पीछे परमेश्वर का व्यक्तिगत रूप से कुछ कार्य है। പ്രതീക്ഷിക്കാത്ത ചില തിന്മകൾ നിന്നെ തൊടുമ്പോൾ, जब हमने सोचा भी नहीं हुआ ऐसे बुराई हमारे जीवन में आए, പ്രതീക്ഷിക്കാത്ത ചില വേദനയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, जब दर्द के अनुभव हमारे जीवन में आए, പ്രതീക്ഷിക്കാത്ത ചില ചൂടേറിയ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി जो വരുമ്പോൾ, हमने सोचा भी नहीं हुआ ऐसे अनुभव हमारे जीवन में അതിനെ आए, തകർക്കുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ കാര്യപരിപാടികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. लेकिन वो हमें तोड़ने के लिए नहीं, परमेश्वर के कार्य को पूरा करने के लिए। ഒരു നിമിഷം ദൈവജനം സ്തോത്രം ചെയ്താട്ടെ. इसके लिए हम धन्यवाद കരങ്ങൾ करें। ഉയർത്തി ഒരു നിമിഷം ദൈവത്തിന് നന്ദി കരയും. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ സമർപ്പണത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. सुने वचन के सामने समर्पण के साथ हम प्रार्थना करें। പരിശുദ്ധൻ നിത്യമായ ഞങ്ങളുടെ ദൈവമേ, हे സ്വർഗ്ഗസ്ഥനായ पवित्र और अनंत परमेश्वर, അനുഗ്രഹീതമായ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ अच्छे വാഴ്ത്തുന്നു. समय के लिए धन्यवाद, ഞങ്ങളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്തോത്രം तेरे ചെയ്യുന്നു. वचन के लिए धन्यवाद। പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന ഈ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കുവാനിടയായി. हम जो रेगिस्तान के अनुभव से गुजरते हैं हमने आज ദൈവമേ, याद ഞങ്ങൾ कर पाए, മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരിക്കലും കർത്താവേ ഞങ്ങൾ അങ്ങ് അറിയാതെയല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. और हम ये भी समझते हैं कि हम रेगिस्तान से तेरे अनुवादी तेरे ज्ञान के बिना ഓ, गुजरते नहीं, അങ്ങ് ഞങ്ങളെ നയിക്കുന്നതാണല്ലോ കർത്താവേ. और तू हमें चलाता है ഞങ്ങളെ ചിലത് ഗ്രഹിപ്പിക്കേണ്ടതിന്. कुछ समझाने के ഓ लिए। ഹല്ലേലൂയ, ഞങ്ങളിലൂടെയുള്ളതായ ദൈവിക കാര്യപരിപാടികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ और തിരിച്ചറിയുന്നത്. हमारे द्वारा तेरे मकसद को पूरा करने के ഞങ്ങളെ लिए, ഒരുക്കി എടുക്കേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ और हमें അറിയുന്നത്. तैयार करने के लिए, ഓ, ഞങ്ങളെ ചിലത് കർത്താവെ പരിശീലിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ और അറിയുന്നത്. कुछ चीजें सिखाने के लिए। ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഭവങ്ങൾ
അനുഭവങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുവാനിടയാക്കണമേ അപ്പ. और जो भी अनुभव हमारे जीवन में है उसके लिए धन्यवाद करने के लिए हमें मदद വചനം കേൾക്കുന്നവരിൽ ആമേൻ ഈ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ ജീവിതം നയിക്കുന്നവർ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപയും ധൈര്യവും ഇന്ന് പകൽ പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. और जो भी ऐसे बुरे अनुभव से गुजर रहे हैं उनके ऊपर तो सामर्थ्य और अनुग्रह देने के लिए हम प्रार्थना करते हैं। വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. तेरे वचन के लिए धन्यवाद करते हैं। കർത്താവേ, ഞങ്ങളുടെ മരുഭൂമി യാത്രയ്ക്ക് അപ്പുറത്ത് ഞങ്ങൾക്കൊരു കനാൻ ദേശമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. और हम ये भी जानते हैं हमारे रेगिस्तान के सफर के बाद एक कनान देश हमारे लिए है। അതിനുവേണ്ടി ഞങ്ങൾക്ക് അവലോട് കാത്തിരിക്കുന്ന കർത്താവേ, और उसके लिए हम बहुत ही आशा के साथ അങ്ങയോടൊപ്പം കഴിക്കുന്ന ഈ മനോഹരമായ നാളുകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. और तेरे साथ जो ये समय बिताते हैं उसके लिए धन्यवाद। അങ്ങൊരുക്കുന്ന പ്രതിഫലങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. और तू जो प्रतिफल हमें हमारे लिए तैयार कर നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഈ മരുഭൂമിയിൽ അധികമായി ഞങ്ങൾ വർദ്ധിക്കട്ടെ കർത്താവേ. और अनंत जीवन के लिए जो आशा है वो बढ़ते ഇന്ന് जाए। പകൽക്കാലത്തിന് വചനം കേട്ട് എല്ലാവരുടെ മേലും ദൈവകൃപ ധാരാളമായി പകരണമേ. सुने वचन सुने हुए सभी के ऊपर तेरे आशीष दे। ഇന്ന് പകലുള്ള ശുശ്രൂഷകളെയൊക്കെ ആദരിച്ചതിനാൽ സ്തോത്രം. सुबह के इस सेवकायों को तूने आशीष दे। പരീക്ഷയിൽ നിറഞ്ഞ ലോകത്തിൽ ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ തന്ന് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ. आप और परीक्षा में होने वाली दुनिया में जीने के लिए आशीष दे। എല്ലാ പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് सारी आदर और महिमा तुझे യേശുവിൻ നാമത്തിൽ പിതാവേ, यीशु के नाम से ही ആമേൻ. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും നാം ഇവരോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകപാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. ഗോഡ് ബ്ലെസ് യു. परमेश्वर आप सबको आशीष दे।